പെണ്ണിനൊരു വലിയ വീട് വേണമെന്ന് എല്ലാവരും പറഞ്ഞില്ലേ. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുത്തി വന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടോ, നല്ല ഉറക്കമാണ്. അച്ഛനെ മേത്ത് കയറി. അപ്പോൾ ഇനി അവൾ എണീക്കട്ടെ. എണീറ്റ് കഴിഞ്ഞിട്ട് പെണ്ണിൻ്റെ ബാക്കി പരിപാടികളൊക്കെ കാണാം നമുക്ക്. എന്നുവെച്ചാ മമ്മ എണീറ്റ് പോ, നീ വരുന്നോ? അടുക്കള വരുന്നുണ്ടോ മമ്മയുടെ കൂടെ? അത് കിടക്കുവാണ് അച്ഛൻ്റെ അടുത്ത്. കുഞ്ഞേ വരുന്നില്ല. നമ്മ അടുക്കളയിൽ പോവാണേ. എവിടെ എവിടെ അപ്പം കള്ളി ഞാൻ ചോദിച്ചപ്പോൾ നീയല്ലേ വരുന്നില്ലെന്ന്. നീ ഓടുന്നില്ല, എൻ്റെ പോലില്ല കള്ളി പിന്നെ. അടിട്ടോണ്ടി പെണ്ണ് അമ്മേരി പൊന്നമ്മ, അമ്മേരി ചൊട്ട്, അമ്മേരി തോട്ടുമ്മ. രാവിലെ എന്തൊക്കെ തേടിട്ട് അന്നാലും എൻ്റെ ചളിപ്പെണ്ണിന് തന്നെ. നീ ചളിപ്പെണ്ണൊന്ന് ഉച്ചാടാവാനായിട്ട് എന്നൊക്കെ ചെയ്യണം പിന്നെ. അറിയോ, ഇതവളുടെ സ്ഥിരം സ്പോട്ടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ നോക്കി കിടക്കും. തുറന്നു വിട്ട് ഇപ്പം പുറത്തേക്ക് ഓടും. അവിടെയാണ് നമ്മുടെ കൺമണി. ഇപ്പം ഇവിടെ കിടന്ന കൺമണി എന്നാ ചെയ്യുന്നതെന്ന് നോക്കാം. വല്ല പൂച്ചയോ അനങ്ങനൊക്കെ വന്ന് കാണുകയും ചെയ്യാം. പുറത്തെ കാഴ്ചകൾ കണ്ട് അങ്ങനെ പെണ്ണ ഉറങ്ങിപ്പോയി. ഇതാ ചേട്ടൻ കിടന്ന് ഉറക്കമാണ്. വിളിക്കാൻ വന്നിരിക്കുന്നതാണ്. ഇവിടെ കുത്തിയിരുന്ന ചേട്ടനെ വിളിക്കാൻ പറ്റുമോടി? എണീക്കാൻ പറ. എനിക്കിട്ട് തട്ടെ പള്ളി പോണ്ടെന്ന് പറ. വിളിക്ക്. ഒരു കള്ളി, നിന്നോട് ഞാൻ വിളിക്കാൻ പറഞ്ഞോ? വിളിക്ക്. എണീക്കണമെന്ന് പറ. എണീച്ചു പോകാതായിട്ട് പള്ളി പോകാമെന്ന് പറ. ഈ ഷീറ്റ് നമ്മുടെ മിക്കിക്ക് ശൂശു വെക്കാനൊക്കെ ആയിട്ട് നമ്മളിടുന്ന ഷീറ്റാണ്. ഇവിടെ ഓടി വന്ന് ശൂശു വെച്ചോളും. മഴയല്ലേ, ഇപ്പോൾ പുറത്ത് പോകത്തില്ല. ഇന്ന് കരച്ചിലോ കരച്ചിൽ. അതെന്തിനാണെന്നാണ് ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വല്ല പൂച്ച സാറും ഇതിലേ വന്ന ഇവിടെ നിന്ന് എടുത്ത് ഒരൊറ്റ ഓട്ടം ഓടും അങ്ങോട്ട്. അല്ല മിച്ചാ, നീ ഓടൂലേ? ദേ അച്ഛ ഒരു സാധനം കാണിക്കുന്നുണ്ടല്ലോ, നീ കണ്ടില്ല? ഇത് അവളുടെ ഫേവറേറ്റ് സാധനമാണ്, മുട്ട. മുട്ട കള്ളി. നിനക്ക് മുട്ടയില്ല? ഇന്ന് അമ്മ മുട്ട കുഞ്ഞിനാക്കിയില്ല. അച്ഛൻ മുട്ട കൊച്ചിനാണ് എടുക്കുന്നേ. ഇത് അച്ഛ കൊച്ചിനാണ്. അച്ഛ ഇത് അത് അച്ഛക്കാന്ന്. അച്ഛച്ചാ നിനക്കില്ല, എൻ്റെ കയ്യിലില്ല. എന്നെ നോക്കണ്ട, എൻ്റെ കയ്യിലില്ല. അത് എൻ്റെ കൈ ചുമ്മാ ആയിരിക്കും. ആണോ? അമ്മനെയാണ് ഈ കാർച്ചിയോ കാർച്ച. അലമിച്ചാനെ ചേട്ടാണ്ട് എണീറ്റ് വന്നിട്ടുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട്, അതെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് എല്ലാവരും വൈകി എഴുന്നേറ്റ് അല്ലേ കുഞ്ഞാ? പിന്നെ ചുണ്ടടി അമ്മയുടെ പൊന്നുമോളി ചുണ്ടടി ആനോടി പൊന്നോ ചോദിക്കുമ്പഞ്ഞി. എൻ്റെ മുട്ടയാണിത്. മിച്ച കുത്തിയിരിക്കും നിർത്തി. ഇത് കുഞ്ഞിൻ്റെ മുട്ടയാട്ടാ. അത് അച്ഛയുടെ, ഇത് കുഞ്ഞിന് അമ്മ തരാവേ. അവൾക്ക് എല്ലാം അടിയാ അല്ലേ പൊന്നാ? അമ്മയുടെ പൊന്നുമോക്കടെയാണേ. തരാട്ടാ. എനിക്കൊന്നും വേണ്ട അച്ഛൻ, എനിക്കൊന്നും തിന്നാൻ പാടുന്നു. അതൊന്നും വന്നോ? എന്നാ അമ്മയുടെ കുഞ്ഞു മാവേട ഓടിവാ. ഒരു വന്നിട്ടിന്നോ ഒന്ന് കഴിച്ചോട്ടോ. വേണ്ടോ? കൊടുത്ത പാത്രം വടിച്ച് വെച്ചിട്ടുണ്ട്. അത് അവൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. മുട്ട അല്ല പൊന്ന ചുണ്ടടി. എന്നാ വലിയ ഗമ ഇന്ന നിന്നെ വലിയ ഗമ നിന്നെ വലിയ ഗമ ചെളിബിട്ടിയുടെ ഗമയാണ് നിനിച്ച്. ചെളിബിട്ടിയുടെ നാണില്ലല്ലോ. കുറച്ച് ഷോ ഒക്കെ ഇടും. ആണോ? വീഡിയോ എടുക്കുമ്പോൾ ഷോ ഇടുവോ? നാണില്ലല്ലോ ഇങ്ങനെ ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ കാലിങ്ങനെ വെച്ച് കിടക്കാനായിട്ട്. പെൺപിള്ളേർ ഇങ്ങനെയാണോ ഡി? അടുപ്പിച്ച് വെച്ചു. അവളുടെ പ്രൈവസിയാണ്, എന്നാലും
കണ്ടോ, ഈ ഷീറ്റിൽ അവൾ വന്ന് ഇങ്ങനെ ചൂച്ചു വെക്കും. ഒരു പ്രകടനം എന്താ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ അത് പോയോ? അവിടെ ഒരു പൂച്ചിരിപ്പുണ്ടായിരുന്നേ, അതിനെ കണ്ടിട്ട് ഇനി കുറേ നേരത്തേക്ക് അതിൻ്റെ മണം പോകണം. എന്നാ പോയി, അത് നിന്റെ കുര കേട്ടപ്പോഴേ അത് ഓടി. ഇവിടെ അല്ല, അടുക്കളയിലായിരുന്നു. അത് അതിന്റെ വീട്ടിൽ പോയി. ഇനി എവിടെ പോയി കാണാൻ പോവാ അച്ഛയും മോളും കൂടെ? നീ എവിടെ പോയി കണ്ടുപിടിക്കാൻ പോകുന്നേ? മിൽക്കിയുടെ ഡേ ഇൻ മൈ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇത്. ഒരു ദിവസം ഒരു 4-5 പ്രാവശ്യമെങ്കിലും ആ ഇരിപ്പാട് മകരിക്കണ നോക്കാം. ദേഷ്യം, ഇതാണ് ദേഷ്യഭാവം മിൽക്കിയുടെ. എന്റെ വീട്ടിൽ എന്തിനു വന്നടാ എന്നാണ് അവള് ചോദിക്കുന്നത്. എന്നിട്ട് വേണം അതിനെ പോയി പിടിക്കാൻ, ചാടാൻ. മിച്ചിച്ച് ഹെൽമെറ്റ് വേണ്ട, മിച്ചിന് ഹെൽമെറ്റ് വേണ്ട. ടാറ്റാ, ടാറ്റയില്ല. ടാറ്റാ. ആ സന്തോഷായ? ഇറങ്ങിനി. ഇനി പോയില്ല, ഇനിയില്ല. പിന്നെ മഴയാ, മഴ. ഇറങ്ങി വാ. പിന്നെ കൊണ്ടുപോയ മഴക്ക്, മഴയാ പന്ന. മഴയാ പോണേ. പിന്നെ കള്ളി ഉള്ള വേറൊരു പ്രധാനപ്പെട്ട ഹോബിയാണിത്. ഇത് നൈറ്റിയുടെയൊക്കെ വള്ളി ഉണ്ടാവുമല്ലോ, അതിൽ പിടിച്ച് കടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നടക്കുമ്പോൾ നടക്കാൻ വിടുക, അതിൽ പിടിച്ച് വലിച്ചിട്ട് ഞങ്ങളൊന്ന് താട്ടാ പോവാണേ. കുഞ്ഞുമുടിയൊക്കെ കെട്ടി പൊട്ടുകുത്തി ഉടുപ്പൊക്കെ ഇട്ട് കാണിച്ചിട്ട് അമ്മ ഒന്ന് റെഡിയായാൽ പിന്നെ നിൽക്കുകയല്ല. എങ്ങനെയല്ല തലയിൽ കെട്ടി വെച്ച് ഒന്ന് കുലുക്കിയെടുത്ത് കളയണം, അതാണ് അവളുടെ ഉദ്ദേശം. മുടി പിന്നെ ആണോ നോക്കട്ടെ, നോക്കിക്ക്. ഇതാണ് അമ്മയുടെ ചൊന്ന. പിന്നാണോ അമ്മയുടെ പൊന്നുമോളെ മുടിയൊക്കെ കെട്ടി ചുണ്ടടിയായി. എല്ലാവരോടും ചോദിച്ചോ എൻ്റെ പൊന്നുമോള് ചുണ്ടടിയായില്ലേന്ന് എല്ലാവരോടും ചോദിച്ചപ്പാ. ഞങ്ങൾ പോവാ. ചേട്ടനെങ്കിൽ അവിടെ നിന്നോയേ. പോമ്പാ. വണ്ടി ഓടിക്കുന്നത് അവള് വിചാരം അവള് വണ്ടി അവളാണ് മെയിൻ എന്നാണ് അവളുടെ വിചാരം. അവള് മെയിൻ ആണ്. അച്ഛൻ വണ്ടി ഓടിക്കാൻ അടിപൊളി. അങ്ങോട്ട് നോക്കിയിട്ട് നമ്മ ചീൽ ബെറ്റും കൂടി ഇടട്ടെ കേട്ടാ. അങ്ങോട്ട് നോക്കിയിരിക്കുന്നത് ഞങ്ങള് പ്രത്യേകിച്ചൊന്നുമില്ല. പെണ്ണിനെയും കൊണ്ട് ചുമ്മാ ഒന്ന് കുറേ നേരമായിട്ട് അവളെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് വഴക്കുണ്ടാക്കും. അപ്പം ഇങ്ങനെ ചുമ്മാ അവളെ കൊണ്ട് ഇറങ്ങിയതാണ്. മോൻ വന്നില്ല, അവന് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞ് അവനവിടെ കിടപ്പുണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ടാറ്റ. അവന് പൊന്നുമോളെ, ആ ഒരു പൊന്നുമോളാണോ? നക്കണ്ട. മിച്ചിയുടെ സ്ഥിര സ്ഥലത്ത് ഇതാ പെണ്ണ് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നാൽ അവൾക്ക് എല്ലാ കാഴ്ചകളും കാണാം. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഇരിക്കാനാണ് കേട്ടോ ഇഷ്ടം. ആമസോണിൽ ഇങ്ങനെ കണ്ടായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട് സീറ്റ് കവർ. ഇപ്പോൾ ഈ സൈഡിലെ ഈ സ്പേസിൽ നമുക്ക് ആ സീറ്റ് കവർ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് കണ്ടായിരുന്നു. അതിന് 3000 സംതിങ് ആണ് റേറ്റ് വരുന്നത്. വാങ്ങിച്ചാലോ എന്നുണ്ട്. അത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. വാങ്ങിച്ചു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കുമോ? ഇവളുടെ കാര്യം ആയതുകൊണ്ട് പറയാൻ പറ്റത്തില്ല ഇരിക്കുമോ എന്ന്. എപ്പോൾ ആണെങ്കിലും എൻ്റെ കയ്യിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം, ബാക്കിലോട്ട് പോലും പോകത്തില്ല. അങ്ങനെയാണ് അവളുടെ സ്വഭാവം. എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിക്കണു. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, അത് നല്ലതാണോ യൂസ്ഫുൾ ആണോ നമുക്ക് എന്നുള്ളത്. അച്ചക്കടയിൽ സാധനം വാങ്ങിക്കാൻ പോയി അതിനൊരുത്തി ഇവിടെ നിന്ന് കരയുക. എന്തിനാ
കുഞ്ഞേ ശാനം വാങ്ങിച്ചിട്ട് ഓടി വരും. അച്ഛൻ പച്ചച്ചെടി വാങ്ങിച്ചിട്ട് ഓടി വരും കേട്ടോ. നാണയില്ലേ നിനക്ക്? നിനക്ക് നാണമുണ്ടോ നിനക്കിങ്ങനെ കറിയാൻ? എൻ്റെ കുഞ്ഞിപ്പെണ്ണേ. ആ അച്ഛൻ ഓടി വരും പൊന്നേ. അച്ഛൻ ഓടി വരും കേട്ടോ. അമ്മയുടെ പൊന്നുമോളല്ലേ, എന്തിനാ കരയണം? അമ്മ ഇവിടെ ഇല്ല, ചോടി വരും ഇവിടെ പൊന്ന. പച്ചയുടെ സീറ്റിലോട്ട് പോയി അവിടെ പോയി കുത്തിയിരിക്കുക അല്ലേ പൊന്നെ? അവൾ അവിടെ ഇരുന്നാലാണ് അച്ഛൻ പെട്ടെന്ന് വരുള്ളൂ എന്നാണ് അവളുടെ വിചാരം. ചായ വേണ്ട, പൊന്നിന് ചായ കൊള്ളൂലപ്പാ. നിങ്ങളിപ്പോൾ അങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയില്ല, അതിൻ്റെ അവള് നോക്കുന്നത്. എവിടെ ആമേനെ എടുത്തു? ആമേനെ മോൾ എന്നെ തപ്പി നടക്കണേ. നിന്റെ ആമക്കുഞ്ഞാണോ? ഇതാണ്ടിരിക്കണം ആമക്കുഞ്ഞ്, വേണ്ടിരിക്കണം. ദേണ്ട് ഇവിടെ, ഇവിടെ എടി പെണ്ണേ. ഇവിടെ ഇവിടെ നമ്മുടെ കാലക്കറി നിന്നോ. ആ വേണോ? വേണോ? 1 വേണോ? 2 വേണോ? 3 വേണോ? കൈകൊണ്ട് തട്ടു. അതാ എൻ്റെ കഴുത്തെ പിടിക്കുക, എന്നാലേ നിനക്ക് പിടിക്കാൻ പറ്റൂ. കൊടുക്കുവാണേ. ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്താ ഫുഡ് കൊടുക്കാറുള്ളതെന്നൊക്കെ. ഇവർക്ക് മിക്കപ്പോഴും ഞാൻ നമ്മുടെ വീട്ടിൽ വേവിച്ച് ചിക്കനും വെജിറ്റബിൾസ്, മത്തങ്ങ, ക്യാരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേവിച്ചത് ആണ് കൊടുക്കുന്നത്. ചോറ് ചിലപ്പോൾ ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ രാവിലെ മുട്ട കൊടുത്തതുണ്ടല്ലേ. അതേപോലെ ഓരോ സമയത്തും ഓരോ രീതിക്കുള്ള ഫുഡുകളാണ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാറ്. ഇച്ചിരി ഉടായ്പായതുകൊണ്ട് ഇപ്പോൾ അവളുടെ പെഡിഗ്രിയുടെ ഗ്രേവി, പെഡിഗ്രിയുടെ പിന്നെ റൂസിൻ്റെ ഗ്രേവി വാങ്ങാറുണ്ട്. അപ്പം ഇത് സ്റ്റോക്ക് വെച്ചിരിക്കും. ഇടയ്ക്ക് അവൾക്ക് എന്തെങ്കിലും ഒരു മണമില്ലാത്ത ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അപ്പം അത് ഇതുപോലുള്ള ഫുഡാണ്. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഈ ഗ്രേവി ഒന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ അവൾക്കിഷ്ടമാണ്. എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഒരുത്തി. അവൾക്കറിയാം അവൾക്കുള്ള ഫുഡാണ് ഞാൻ എടുക്കുന്നതെന്ന്. അതിന് വേണ്ടി ഇങ്ങനെ ക്ഷമയില്ലാതിരിക്കുവാണ്. കഴിച്ചോ അവിടെ പെണ്ണുമോള് കഴിച്ചോട്ടോ. മിക്സുണ്ടടി പെണ്ണേ. അവളുടെ കുറച്ചുകൂടി ഫുഡ് ഇതാ ബാക്കിയുണ്ടേ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഇതാ ഞാൻ ഈ കൗണ്ടർ ടോപ്പിൻ്റെ പൊക്കത്തിരുത്തിയിട്ടാണ് അവളുടെ മുടി ചീകുന്നത്, മുഖം തുടച്ചുന്നത്, അങ്ങനെ വൃത്തിയാക്കി കൊടുക്കരുത്. പെണ്ണ് അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഞാൻ അതും കൂടെ കഴിച്ചിട്ട് വരാൻ പറഞ്ഞ് വൃത്തിയാകാതെ വെച്ചേക്കുവാണേ. അല്ലെങ്കിൽ പിന്നെ മുഖമൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് അവളത് പോയി ബാക്കി തിന്നും. അപ്പം പിന്നെ വൃത്തികേടാവും അല്ലേ. കുഞ്ഞുവയറിന് അറിഞ്ഞോ? കുഞ്ഞുവയറിന് അറിഞ്ഞോന്ന് പറഞ്ഞേ. മുഖത്ത് എന്ത് ചെളിയാ. കുഞ്ഞുവയറിന് അറിഞ്ഞോ പെണ്ണിൻ്റെ? അയ്യടാ അവിടെ ഇരിക്കും. ദിവസം ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബഹളം വെക്കും. അവൾക്ക് പോയി കിടക്കണം എന്നുള്ളൊരു ചിന്തയേ ഉള്ളൂ. ഇന്ന് വലിയ കുഴപ്പമില്ല. ഇന്ന് കുറച്ച് നല്ലോണം മടുത്തു. എന്റെ തൊറ്റ് നല്ലോണം മടുത്തു. എന്റെ അമ്മന്റെ വേലക്കാരിയാണോ വിളിക്ക്? എന്റെ അമ്മയാണോ? ഇത് എന്റെ അമ്മ കേട്ടോ. എന്റെ അമ്മയായ പിന്നെ നിന്റെ അമ്മയായത്. അപ്പൊ ഫസ്റ്റ് എനിക്കാണ് പ്രയോറിറ്റി. കണ്ടോ ഇപ്പോഴേ അവളെ എല്ലാം കഴിഞ്ഞപ്പോ കുഞ്ഞിന് നമ്മള് ട്രീറ്റ് കൊടുക്കും. ചുണ്ടടിക്ക് ട്രീറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഇതാണ് കേട്ടോ, വിറ്റാമിൻസിന്റെ. ഇത് ഡെയിലി ഓരോന്ന് കൊടുക്കാറുണ്ട്. ഒരു കാൽഷ്യത്തിൻ്റെയും കൂടെ ഉണ്ട്, അതും കൂടെ കൊടുക്കും. പിന്നെ ഈ മുടി ഒന്ന് ചെയ്തൊന്ന് ഉണങ്ങി കഴിഞ്ഞാലാണ് അവളുടെ യഥാർത്ഥ രൂപം വരുള്ളൂ. ഇപ്പം നനഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. മോമ്പെള്ളം കുടിച്ചിട്ട് നോക്കില്ലെങ്കിൽ പടയാടുണ്ടോ. എല്ലാരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണോന്ന് പറഞ്ഞു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേന്ന് പറയാം, ലൈക്ക് അടിക്കണേ, കമന്റ് ചെയ്യണേ, എന്നെ എല്ലാവരും കാണണേ. അപ്പൊ ശരി, നമുക്ക് വേറെ വീഡിയോ കാണാം കേട്ടോ. അല്ല